10 വർഷത്തെ LDF ഭരണം കേരളത്തെ സമഗ്രമായ വളർച്ചയ്ക്ക് നയിച്ചുവെന്നും വികസനം എന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കാഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രം തിരുത്തിയ ഒരു വിധിയാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. അത് ശരിയായോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുക. അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് കടന്നാൽ 2021 തുടർ ഭരണം LDFിന് ശേഷം കേരളം എങ്ങനെ മാറി എന്നത് നാം ആദ്യം കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കേരളം എത്തപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം നാം നടത്തിയപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം തുടങ്ങി സർവ്വ മേഖലകളിലും കേരളം ലോകത്തിന് തന്നെ മാതൃകയായി മാറി. ഒരു തരത്തിലുള്ള വർഗീയതയും അംഗീകരിക്കാത്ത മതനിരപേക്ഷത നിലപാടാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. വർഗീയ ശക്തികൾ ശ്രമിച്ചിട്ടും കേരളത്തിൽ കലാപങ്ങൾക്ക് ഇടം നൽകാതെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാടാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ചുവന്ന ബലൂണുകളും കൊടികളുമേന്തി നൂറുകണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. പൊതുയോഗത്തിൽ MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ, വടക്കാഞ്ചേരി LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി, ചേലക്കര സ്ഥാനാർത്ഥി UR പ്രദീപ് എന്നിവരും CPM നേതാക്കളായ M ബാലാജി, മേരി തോമസ്, KB നബീസ, നേതാക്കളായ KD ബാഹുലയൻ, മിനി അരവിന്ദൻ, KS സുഭാഷ്, PK പ്രസാദ് എന്നിവരും പങ്കെടുത്തു. Gracias.